ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് നമ്മുടെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് ഒരു ഹോം റെമഡി നോക്കിയാലോ? നോക്കാമല്ലേ? ഹോട്ട് ഓയിലാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹോട്ട് ഓയിൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഡാൻഡ്രഫ് കുറയാനും ഹെയർ ഗ്രോത്ത് കൂടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഓയിലാണ് എടുത്തത്. ഓയിൽ നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണത് അത് എടുക്കാം കേട്ടോ. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നാരങ്ങ നമുക്ക് മുടിൻ്റെ അനുസരിച്ച് നിറയെ മുടിയുള്ളവർ കുറച്ച് അധികം എടുക്കുക, ഇല്ലാത്തവർ ഒരു ഹാഫ് എടുത്താൽ മതി കേട്ടോ. ഇത് പച്ചക്കർപ്പൂരമാണ്, നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു പിഞ്ച് മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ, അതായത് കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിൽ എടുക്കുക, അതിൻ്റെ പുറത്ത് ഇത് വെക്കുക, അതിൻ്റെ മേലെ വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഡാൻഡ്രഫ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം. അത് അടുപ്പിച്ച് പല്ലുള്ള ചീർപ്പില്ലേ, കോമ്പ് നല്ല അടുപ്പിച്ചതുള്ള അങ്ങനത്തെയൊക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഷാമ്പു വാഷ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഒന്ന് നല്ലോണം ഡാൻഡ്രഫ് ഉള്ളവരൊക്കെ അത് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് വാഷ് ചെയ്ത ശേഷം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നിട്ട് നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ചിട്ട് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ, ഒരുപാട് ചൂടല്ല, ഒരു മിനിമം ചൂട്, നമുക്കതിങ്ങനെ കോട്ടൺ പിടിക്കുമ്പോൾ അറിയാമല്ലോ ചൂട് ഓക്കെ ആണെന്നുള്ളത്. നമുക്ക് എന്നിട്ട് ഓരോരോ നേരെടുത്തിട്ട് എല്ലാവരുടെയും സ്കാൽപ്പിൽ മൊത്തം നമുക്ക് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് റൗണ്ട് മസാജ്, ബോയ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ റൗണ്ട് മസാജ് കൊടുത്താൽ മതിയാവും, വേറെ ഒന്നും കൊടുക്കണമെന്നില്ല. ശരിക്കും തന്നെത്താൻ ചെയ്യുന്നതിനെക്കാട്ടിലും വേറൊരാൾ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്, ഏറ്റവും നല്ലത് അതായിരിക്കും കേട്ടോ. നമ്മൾ റിലാക്സ് ആയിരിക്കണം. നമ്മൾ എന്ത് മസാജ് എടുക്കുകയാണെങ്കിലും നമ്മുടെ ബോഡി ഫുള്ള് കംപ്ലീറ്റ് എന്തായിരിക്കണം, റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പോഴാണ് ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ആവുള്ളൂ. ഇല്ല നമ്മൾ തന്നെ നമുക്ക് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ സ്ട്രെയിൻ കൊടുക്കുമല്ലേ, റിലാക്സ്ഡ് അല്ലല്ലോ നമ്മുടെ ബോഡി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഗുണമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാളെ ഹെൽപ്പിന് കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും. മസാജിന് ശേഷം നമുക്ക് ഇതുപോലെ ഹെയർ ഒന്ന് സ്റ്റീം ചെയ്യാം കേട്ടോ. സ്റ്റീം ചെയ്യുമ്പോൾ ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഒരു കട്ടിയുള്ള ടവലിൽ ചൂടുവെള്ളം മുക്കിയിട്ട് അത് തലയിൽ കെട്ടിക്കൊടുക്കുക. അപ്പം നമുക്ക് മുടിയും സ്കാൽപ്പും നന്നായിട്ടൊന്ന് സ്റ്റീമായി കിട്ടും കേട്ടോ. ഇത് ത്രിഫലാദി ചൂർണം, ഇത് ആയുർവേദിക് ഷോപ്സിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുവേ. ഈ ത്രിഫലാദി ചൂർണം നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇടാം. ഇല്ല തൈരൊക്കെ, തണുപ്പ് വലിയ പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തൈരിൽ മിക്സ് ചെയ്തിടാം. കഞ്ഞിൻ്റെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാം. അതായത് ഇങ്ങനെ ഓരോ നേര് എടുത്തിട്ട് ഇതിലോട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ലൂസിൽ തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് കട്ടിയിൽ അങ്ങനെ മിക്സ് ചെയ്ത് ഇടണം എന്നില്ല. അതിടാം. ഇട്ടിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ പാക്ക് ഇട്ടതിന് ശേഷം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വാഷ് ചെയ്യാം. നമ്മൾക്ക് നോർമൽ വാട്ടറിലും വാഷ് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരുപാട് ഓയിൽ തലയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അത് വാഷ് ഔട്ട് ചെയ്യുക. കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. തലയിൽ ഇപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ മാസ്ക് നല്ലത് നോക്കിയിട്ട് മേടിച്ചിട്ട് അത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുടി നമുക്ക് ഒരുപാട് ഫ്രിസി ആകുമ്പോഴത്തേനും പെട്ടെന്ന് പൊട്ടി പോകും, മനസ്സിലായോ? അതുപോലെ ഓയിൽ അങ്ങനെ തലയിൽ വെച്ചിട്ട് ലീവ് ചെയ്യരുത്. അത്രയും ഓയിൽ നമ്മൾ കൊടുക്കരുത്. ആഴ്ചയിൽ നമ്മൾ 1-2 പ്രാവശ്യം നന്നായിട്ട് തലയിൽ ഓയിൽ കൊടുക്കണമെന്നല്ലാതെ എപ്പോഴും ഓയിൽ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ട് പോകരുത്. കാറ്റും പൊടിയും അഴുക്കും ഒക്കെ വന്ന് നിറഞ്ഞിട്ട് അതും എന്താവും, മുടി ഡാമേജ് ആവാനും പൊട്ടിപ്പോവാനും ഒക്കെ ഇടയാവും കേട്ടോ. സോ നമ്മൾ ഒരു നല്ലൊരു ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നന്നായി വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് തലയിൽ ആ പൊടിയൊന്നും അവിടെ വെച്ചിട്ട് വരരുത്. അതെല്ലാം വാഷ് ഔട്ട് ചെയ്യുക. ചിലവർ ഹെന്ന ഇടുന്നവരുണ്ടാവും, പാക്കുകൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എന്ത് ഇടുകയാണെങ്കിലും അത് മൊത്തം തലയിൽ നിന്ന് എന്ത് ചെയ്യുക, വാഷ് ഔട്ട് ചെയ്യുക. അവിടെ ഒന്നും അതിൻ്റെ ബാലൻസ് ഒന്നും തലയിൽ ഇരിക്കാനുള്ള ഇടവരുത്തത്. ഷാമ്പു വാഷാണെങ്കിലും ഷാമ്പു കൊടുത്തിട്ട് ആ ഷാമ്പു ഫുള്ളും തലയിൽ നിന്ന് പോയിന്ന് ഉറപ്പ് വരുത്തുന്നത്. നന്നായി തന്നെ മുടിയിൽ വെള്ളം വെച്ച് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് എന്താവുള്ളൂ, ഡാൻഡ്രഫൊക്കെ ഇല്ലാതിരിക്കുള്ളൂ, ഹെൽത്തി ആയിട്ടുള്ള ഹെയർ വളരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സിനും ട്രിക്സിനും എല്ലാമായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.